ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ആ സിമന്റ് ബെഞ്ചിൽ റാം നേരത്തെ എഴുതി വെച്ച അവന്റെ പേരിനോടൊപ്പം മല്ലി അവളുടെ പേര് കൂടി എഴുതി വെച്ചു. റാം, നിന്റെ പേരിനോടൊപ്പം ഈ സിമന്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിച്ചോട്ടെ. അപ്പോഴാണ് സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം പറയാതെ വെച്ചിരുന്ന അവളുടെ കണ്ണുകളിലെ പ്രണയം റാം തിരിച്ചറിഞ്ഞത്. മല്ലി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് അത് വെളിപ്പെടുത്തുന്നില്ലെന്ന് മാത്രം. മല്ലിയും അവളുടെ പ്രണയം ഒരിക്കലും വെളിപ്പെടുത്തിയിരുന്നില്ല. ഒരു തിരുനങ്കയ്ക്ക് അതിനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അവൾ അവനെ രഹസ്യമായി പ്രണയിച്ചു. പ്രണയം ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. അവസാനം പരസ്പരം കെട്ടിപ്പിടിച്ച് പിരിയുമ്പോൾ റാം മല്ലിയോട് പറഞ്ഞു, നീ എവിടെയൊക്കെ ആയിരുന്നാലും ഏത് കോലത്തിലായിരുന്നാലും സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി. എന്നാൽ അവളുടെ ജീവിതത്തിന്റെ പടിക്കെട്ടിന് പുറത്തായിരുന്നു എപ്പോഴും സന്തോഷത്തിന്റെ സ്ഥാനം. ഒടുവിൽ കത്തിപ്പാറ പാലത്തിന്റെ മറുതലയ്ക്കലിലെ കുപ്പത്തൊട്ടിയിൽ ഒരു കാലിൽ ചിലങ്കയുമായി മല്ലി എന്നേക്കുമായി അവസാനിച്ചു. റാം കെയർ ഓഫ് ആനന്ദി കേവലം റാമിന്റെയും ആനന്ദിയുടെയും കഥ മാത്രമല്ല, കാളിദാസനായിരുന്ന മല്ലിയുടെ കഥ കൂടിയാണത്. സ്വന്തം സ്വത്വം തിരിച്ചറിഞ്ഞ് ജീവിച്ചതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ കഥ കൂടിയാണ്.